ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബജാജിൻ്റെ മൈലേജ് കിങ് എന്നറിയപ്പെടുന്ന ബജാജ് പ്ലാറ്റിന 100ഉമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ, പ്രൈസ്, മൈലേജ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫേഴ്സ് കാര്യങ്ങൾ ബജാജ് ഇറക്കിയിട്ടുണ്ട്. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ EV സ്കൂട്ടർ സെയിലാവുന്നത് പെട്രോളിൻ്റെ ആ ഒരു ഓവർ പ്രൈസിങ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. സോ നിങ്ങൾ മൈലേജ് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അറിയുന്ന ഒരു വണ്ടിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയായിരിക്കുന്നു. സോ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസൈൻ വൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്കൊരു DRL കാര്യങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഞാൻ കീ ഓൺ ആക്കി ഒന്ന് കാണിച്ചുതരാം. ഓക്കെ, ഒരു LED DRL കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാലോജൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും നമ്മൾ നോർമലി കണ്ടുവരുന്ന അത് സെയിം ഡിസൈനിലുള്ള ഹാലോജൻ ഇൻഡിക്കേറ്റർ തന്നെയാണ്. പിന്നെ നമ്മൾ ജിക്സറിലൊക്കെ കാണുന്ന പോലെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ, അങ്ങനെ ഒടിഞ്ഞു പോകുന്നൊന്നുമില്ല. നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റബ്ബർ മെറ്റീരിയൽ അതിലേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ട് ലുക്ക് ബാക്കി നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന ആ ഒരു സെയിം പ്ലാറ്റിന ഫ്രണ്ട് തന്നെയാണ്. DRL കാര്യങ്ങളാണ് ഇച്ചിരി ഡിഫറൻസ് ആയിട്ട് തോന്നുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ നമുക്ക് ഹെഡ്ലൈറ്റ് പോർഷൻ തൊട്ട് താഴെയായിട്ടാണ് നൽകിയത്. സോ ഓവറോൾ ഒരു നോർമൽ ഫ്രണ്ട് പോർഷൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇനി റെയർ പോർഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നോർമൽ ഹാലോജൻ ടൈലൈറ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ്ലി കണ്ടുവരുന്ന ആ നൊസ്റ്റാൾജിയ ഐറ്റം തന്നെ ആ ഒരു സെയിം ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് സെയിം തന്നെ ആ ഒരു ഡിസൈൻ തന്നെ ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ ഈ ഒരു ടൈലൈറ്റ് കാര്യങ്ങൾ യാതൊരുവിധ ഡിഫറൻസ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പിന്നെ ഗ്രാബ് റൈൽസ് ആണെങ്കിലും നമുക്ക് നോർമൽ ഗ്രാബ് റൈൽസ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പിന്നെ സൈഡ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ലിം ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. വെച്ചാൽ ഒരു ഹെവി ഫീൽ കാര്യങ്ങളൊന്നും തന്നെയില്ല, ഒരു നോർമൽ വണ്ടിയാണ്. അതുപോലെ സ്ലിം ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ടാങ്ക് പോർഷനിലാണെങ്കിൽ നമുക്ക് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സിൽവർ ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. ഇനി ടയറിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് അലോയ് വീൽസ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 17 ഇഞ്ചിൻ്റെ. അതുപോലെ ടയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് എല്ലാം നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഈ ഒരു മോഡലിൽ നമുക്ക് ട്യൂബ് ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് റെയർ പോർഷനിലാണെങ്കിലും സെയിം തന്നെ ട്യൂബ് ടയേഴ്സാണ് നൽകിയിട്ടുള്ളത്. അതൊരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ എല്ലാ മോഡൽസിനും ട്യൂബ്ലെസ് ആണ്, ഈവൻ സ്കൂട്ടേഴ്സിൽ വരെ ട്യൂബ്ലെസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഇച്ചിരി അഡ്വാൻറ്റേജ് ശരിയാണ്. ഇവനൊരു പഞ്ചർ കാര്യങ്ങൾ വരുമ്പോൾ ട്യൂബ്ലെസ് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് നൽകിയിട്ടുള്ള ട്യൂബാണ്, നമുക്ക് കോൺട്ടിനെൻ്റൽ ടയേഴ്സ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതൊരു മേജർ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ബ്രേക്കിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് ഫ്രണ്ടിലും അതുപോലെ റയർ പോർഷനിലും നമുക്ക് ഡ്രം ബ്രേക്ക് കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിനകത്ത് നമുക്കൊരു കോമ്പി ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഡിയോയിലേക്ക് കണ്ടുവരുന്ന സെയിം കോമ്പി ബ്രേക്ക് സിസ്റ്റമാണ്. നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ റയർ പോർഷനിലും സെയിം ആയിട്ടൊരു രീതിയിലൊരു ബ്രേക്കിംഗ് അപ്ലൈ കാര്യങ്ങളാവുന്നതാണ്. അതുപോലെ തന്നെയാണ് അതിനകത്ത് വരുന്ന കോമ്പി ബ്രേക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 130 mm ടെലസ്കോപ്പിക് സസ്പെൻഷൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സസ്പെൻഷൻ കാര്യങ്ങൾ എടുത്ത് പോരുന്നുണ്ട് കേട്ടോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള തന്നെ എനിക്ക് കട്ടറും കാര്യങ്ങളും അതുപോലെ എടുത്ത് പോരുന്നുണ്ട്. ഇനി റയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്വിൻ സ്പ്രിങ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡലിന് കംഫർട്ടെക് തന്നെയാണ്. സോ അതുപോലെ തന്നെ സസ്പെൻഷൻ കുറച്ചുകൂടിയും കംഫർട്ടബിളാണ്. റയർ സസ്പെൻഷൻ കാര്യങ്ങൾ കുറച്ചുകൂടി ഹൈറ്റ് വരുന്ന രീതിയിൽ നമുക്ക് ട്വിൻ സ്പ്രിങ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ കട്ടുള്ള വഴികളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു റോഡ് മണ്ണൊക്കെ ഉള്ള റോഡാണ്. ആ ഒരു റോഡുകളെ കയറ്റിക്കൊണ്ട് വന്നപ്പോൾ യാതൊരുവിധ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടല്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ വണ്ടി എടുത്തു പോരുന്നുണ്ട് കംഫർട്ടബിളായിട്ട് തന്നെ. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിങ് നിങ്ങൾ സഡൻ ബ്രേക്കിങ് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത്, അതായത് ഷാർപ്പ് ബ്രേക്കിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം ഡിസ്ക് ബ്രേക്ക് അല്ല, നമുക്കിതിനകത്ത് ഡ്രം ബ്രേക്കാണ് 2 ബ്രേക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്രാജുവലിയാണ് വരുന്നത്. സോ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നിൽക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിൽക്കില്ല, ദവിടെ നിൽക്കും. ഓക്കെ, സോ അങ്ങനെ കരുതി തന്നെ ബ്രേക്ക് ഓടിക്കണം. ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ യൂസ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കംഫർട്ട് കാര്യങ്ങൾ ആ ഒരു ബ്രേക്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു CC ഉള്ള വണ്ടിയാണ്. സോ അതിനനുസരിച്ചുള്ള ബ്രേക്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ബട്ട് ഒരു ഫ്രണ്ട് ഡിസ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. കാരണം 100cc ആണെങ്കിൽ പോലും ഫ്രണ്ട് ഡിസ്ക് അനുയോജ്യമായ ഒരു കാര്യമാണ്. കാരണം സേഫ്റ്റിയുടെ ഭാഗമാണെങ്കിലും ബ്രേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിവേ ഒരു ആവറേജ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്തത്. നോട്ട് അപ് ടു ദ എക്സ്പെക്ടേഷൻ. എനിവേ സോ 90,000 ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ് കാര്യമുള്ളത്. സോ ആ ഒരു പ്രൈസിങ്ങിൽ ഒരു ഡിസ്ക് ബ്രേക്ക് നൽകാമായിരുന്നു. എനിവേ ട്യൂബ്ലെസ് ടയേഴ്സും അതിന് നൽകാമായിരുന്നു. ഓക്കെ, സീറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഷനോടെയുള്ള ഒരു മീഡിയം രീതിയിലുള്ള കുഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഹാർഡും കാര്യങ്ങളൊന്നുമല്ല. സോ റൈഡിങ്ങിലാണെങ്കിൽ നമുക്ക് അത്ര ഡിസ്കംഫർട്ട് കാര്യങ്ങളൊന്നുമില്ല, നല്ല കംഫർട്ടബിളായിട്ട് തന്നെയാണ് എനിക്ക് സീറ്റിൻ്റെ ഭാഗത്ത് ഫീൽ ചെയ്തത്.
സോ സീറ്റ് കാര്യങ്ങൾ കുറച്ച് നേരോ ആണ്, വലിയ വീതി കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 പേര് ഇരിക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ ഭാഗത്തുണ്ട്. സോ സീറ്റിൻ്റെ ഭാഗത്ത് എനിക്ക് ആ ഒരു സ്പേസ് കുറവ് കാര്യങ്ങളായിട്ടൊന്നും ഫീൽ ചെയ്യുക, അത്യാവശ്യം നല്ല സ്പേസോടുകൂടി തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫുഡ് പാക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റയറിൽ വന്നിട്ടുള്ള ഫുഡ് പാക്ക് കാര്യങ്ങൾ ഒരു വെറൈറ്റി ഫുഡ് പാക്ക് ആണ് കേട്ടോ. അതിന് അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ഫുഡ് പാക്ക് കാര്യങ്ങളാണ്. നോർമലി കണ്ടുവരുന്ന ചെറിയൊരു ഫുഡ് പാക്ക് അല്ല. അത്യാവശ്യം കംഫർട്ടബിളായിട്ട് വയ്ക്കാം. ആ ഒരു റബ്ബർ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടോപ്പ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആ ലേഡീസ് ഫുഡ് റെസ്റ്റ് കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് റബ്ബറിൻ്റെ ഒരു കോട്ടിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് രീതിയിൽ തന്നെയാണ് ഫുഡ് പാക്ക് കാര്യങ്ങൾ. ഇച്ചിരി വെറൈറ്റിയാണ്, അതുകൊണ്ട് വീതിയുണ്ട്, ഫോൾഡബിളും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു മലയുടെ മണ്ടയിലാണ്. ഇപ്പോൾ മണ്ണെടുക്കൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്തോ ഡെവലപ്മെൻറ്റ് കാര്യം തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ല പൊരിവയിലാണ്, ഒരു രക്ഷയില്ല. ഡിവൈസ് ഹീറ്റായി ഓവർ ഹീറ്റാന്ന് പറഞ്ഞ് വാണിംഗ് കാണിച്ച് വീഡിയോ എടുക്കാൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആകെ ഇവിടെ ഒരു മാവ് മാത്രമുള്ളൊരു തണലായിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വണ്ടിയുടെ കേസിലോട്ട് വരാം. കൂടുതൽ ഞാൻ ഓവർ ഹീറ്റായി പോകും. എഞ്ചിൻ ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. എഞ്ചിൻ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ 4 സ്ട്രോക്ക് DTSI 100cc എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ടിന് 7.9 PS അറ്റ് 7500 RPM-ലും 8.3 Nm ടോർക്ക് അറ്റ് 5500 RPM-ലാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒരു നീറ്റായിട്ടുള്ളൊരു പെർഫോമൻസ് കാര്യങ്ങൾ ഈ ഒരു എഞ്ചിൻ ഭാഗത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കൈ കൊടുക്കുമ്പോൾ ഓവർ ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഡെലിവറി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം എഞ്ചിൻ സ്ട്രെസ് ആയ രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല. ഇവൻ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലേക്കും കയറുമ്പോഴേക്കും വണ്ടി നമ്മൾ കൈ കൊടുക്കുമ്പോൾ ആ ഒരു പവറിൻ്റെ ഒരു ഡെലിവറി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അറിയാം 100cc ആണ്. സോ ആ ഒരു 100cc പറ്റിയുള്ള എല്ലാ പെർഫോമൻസും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് എനിക്ക് കിട്ടി. പിന്നെ വൈബ്രേഷൻസ് ആണെങ്കിലും ഞാനൊരു 60 ആ റേഞ്ചിൽ 60 to 70 ആ റേഞ്ചിലോട്ട് പുഷ് ചെയ്തപ്പോഴും എനിക്ക് യാതൊരു വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. സോ ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു 50 to 60 ഒക്കെ ഒരു ഡെയിലി കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ യാതൊരു ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു വണ്ടി ഭാഗത്തുനിന്നില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിൻ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് അതേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ആയി പോകും. പിന്നെ അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്പീഡ് ഗിയർ ബോക്സാണ് നൽകിയിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ നോർമലി കണ്ടുവരുന്ന പോലെ ആ ഒരു ഫസ്റ്റ് ഫ്രണ്ടിലോട്ടും ബാക്കി എല്ലാം നമുക്ക് അപ്പ് ഷിഫ്റ്റ് കാര്യങ്ങളല്ല വരുന്നത്. ഇതിൽ നമുക്ക് ന്യൂട്രൽ കാര്യങ്ങൾ നമുക്ക് അപ്പ് ഷിഫ്റ്റും ബാലൻസ് എല്ലാം നമുക്ക് ഡൗൺ ഷിഫ്റ്റാണ് വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എല്ലാം നമുക്ക് ഡൗൺ ഷിഫ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. സോ നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ടുവന്ന ഒരു ബജാജിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ്. സോ ഫസ്റ്റ് ടൈം നിങ്ങൾ ഓടിക്കാൻ നേരത്തെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി കാര്യങ്ങളുണ്ടാവും, അറിയാണ്ടൊന്ന് ഗിയർ മാറ്റി കാര്യങ്ങൾ ഇടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യൂസ് ടു ആയിക്കോളൂ. കാരണം ഫസ്റ്റ് നമുക്ക് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം നമുക്ക് ഡൗൺ ഷിഫ്റ്റും ന്യൂട്രൽ കാര്യങ്ങളും നമുക്ക് അപ്പ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സ് കാര്യങ്ങളുണ്ടോ, ഹാർഡ് കാര്യങ്ങളോട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഫൈബർ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫൈബർ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട്. പിന്നെ ഹെഡ് പോർഷനിലാണെങ്കിലും പിന്നെ ടാങ്ക് കാര്യങ്ങളാണ് നമുക്ക് മെറ്റലായിട്ട് നൽകിയിട്ടുള്ളത്. 11 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ 200 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കി ഞാൻ വണ്ടി ഇരുന്നിട്ട് സംസാരിക്കാം. ഓക്കേ, സോ ഇതാണ് ഈ ഒരു ഫ്രണ്ട് ലുക്ക് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. വണ്ടി വളരെ ചെറുതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഹൈറ്റ് കാര്യങ്ങൾ നോക്കണേ, എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് എനിക്ക് 2 കാലും ഹാഫ് പ്ലാന്റഡ് ഫുട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് 162 സെൻറ്റിമീറ്ററാണ്. സോ ആ ഒരു ഹൈറ്റ് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു വണ്ടി ഹാൻഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 117 കിലോഗ്രാമാണ് കേട്ടോ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. സോ ഒരു ഹെവി ഫീലോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് ഒരു സ്കൂട്ടർ നമ്മൾ എടുത്ത് പൊക്കുന്ന അത്ര ലാഘവത്തോടുകൂടി തന്നെ ഇത് പൊക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നമുക്ക് 11 ലിറ്ററാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ടാങ്ക് കപ്പാസിറ്റി അല്ല വരുന്നത്. ഇപ്പോൾ ടാങ്ക് പോയിൻ്റ് തന്നെ മെൻഷൻ ചെയ്തിട്ട് E20 പെട്രോൾ കാര്യങ്ങളാണ് വന്നിട്ട്. നമുക്ക് 2024 മോഡലാണ് ഈ വണ്ടി. അതുകൊണ്ട് E20 പെട്രോൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ മൈലേജ് വെച്ച് നോക്കുമ്പോൾ ഒരു നീറ്റായിട്ടുള്ള ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു ലുക്കാണ് കിട്ടുന്നത് കേട്ടോ. ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്, വളരെ ചെറുതായിട്ട് തന്നെ. പിന്നെ ആ ഒരു ലൈറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കംഫർട്ടബിളാണ് കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട്. മീറ്ററിൻ്റെ ഭാഗത്ത് വന്നതിന് നമുക്ക് സ്വിച്ചസ് കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ റൈറ്റിൽ നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റ് സ്വിച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇഗ്നിഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളും പിന്നെ ആ ഒരു പാസ് സ്വിച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിട്ട് ഇൻഡിക്കേറ്റർ, ഹോണ്. സോ ബേസിക് സ്വിച്ചസ് കാര്യങ്ങളാണ്. സോ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ടുവരുന്ന സെയിം ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. സോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
ഇനി മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അനലോഗ് മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഡിജിറ്റൽ കാര്യങ്ങളൊന്നും അല്ല നൽകിയിട്ടുള്ളത്. നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ കാര്യങ്ങളുണ്ട് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ കാര്യങ്ങൾ, പിന്നെ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, കാണാൻ പറ്റുന്ന കഴിക്കണം. പിന്നെ എൻജിൻ വാണിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. സോ ഇത്രയും ബേസിക് സ്വിച്ചസാണ്, ബേസിക് ഫങ്ഷൻസ് കാര്യങ്ങളൊരു മീറ്റർ കൺസോൾ കാര്യങ്ങളാണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കാര്യങ്ങളുണ്ട്, പക്ഷേ ഇൻഡിക്കേറ്റർ ഒന്നും തന്നിട്ടില്ല. സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ എൻജിൻ കട്ട് ഓഫ് ആവുന്നുണ്ട്. സോ അത് തന്നെ മതി, ഇൻഡിക്കേഷൻ നൽകണമാകുമല്ല. എന്തായാലും സൈഡ് സ്റ്റാൻഡ് ഇട്ടെന്ന് നമുക്ക് എൻജിൻ കട്ട് ഓഫ് ആകുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ മിറേഴ്സിൻ്റെ ഭാഗത്ത് നോക്കാൻ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള മിറേഴ്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാരണം വൈബ്രേഷനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്ക് മിറേഴ്സിൻ്റെ ഭാഗത്ത് കിട്ടില്ല. നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കാര്യങ്ങൾ ഒക്കെ മിറേഴ്സിൻ്റെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹാൻഡിൽ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കവാസാക്കി പോലുള്ള മോഡൽസിലേക്ക് കണ്ടുവരുന്ന സെയിം ഗ്രിപ്പിങ് കാര്യങ്ങളാണ്. സോ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണത്. സോ അതൊക്കെ നൈസായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ കാല് വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. ഹാൻഡിലുമായിട്ട് യാതൊരു നമുക്കൊരു മുട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഡിസ്റ്റൻസ് കാര്യങ്ങളുണ്ട്. സോ ഹൈറ്റ് കൂടിയൊരു വ്യക്തിയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി ഒരു വണ്ടി നമുക്ക് 4 കളർ വേരിയൻ്റ് കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 92,000 ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മൈലേജ് കാര്യങ്ങളായിരിക്കും മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ മൈലേജ് കാര്യങ്ങൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 100 സംതിങ് ആണ്. ബട്ട് റിയൽ ടൈം യൂസേഴ്സിനോടെല്ലാം നമ്മൾ ഒത്തിരി പേരോട് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഏകദേശം ഒരു ഇതെന്ന് പറഞ്ഞാൽ 80 to 85 ആണ് ഒരു ഡീസൻറ്റ് മൈലേജ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. സോ അതിനും താഴത്തോട്ടൊരു മൈലേജ് കാര്യങ്ങൾ പോകുന്നില്ല. മെജോറിറ്റി എല്ലാവർക്കും 80 to 85 ആണ്. ചിലർക്ക് 87, 88 വരെ പുഷ് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ യൂസേജ് അനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഡെലിവറി ആവുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വണ്ടി മൈലേജ് ബേസ് തന്നെയാണ്, ഡെയിലി കമ്പ്യൂട്ടർ കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 90,000 ആണ് ഈ ഒരു പ്രൈസും കാര്യങ്ങളും വരുന്നത്. സോ ഈ ഒരു വണ്ടിക്ക് നമുക്ക് മിനിമം ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത് 3,000 റുപ്പീസാണ് എൻ്റെ മിനിമം ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. അറൗണ്ട് 3,100 ആ റേഞ്ചിലാണ് നമുക്ക് EMI കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ബജാജിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് 5 year വാറണ്ടി ഫോർ 75,000 ആണ് കിലോമീറ്റേഴ്സ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഒന്നെങ്കിൽ 75,000 കിലോമീറ്റർ, അല്ലെങ്കിൽ 5 year ആണ് ഇതിൻ്റെ നമുക്ക് എഞ്ചിൻ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡീലർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ആയിട്ടൊരു വാറണ്ടി ഓഫർ കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് 1 year അഡീഷണൽ കിട്ടും, അല്ലെങ്കിൽ അതിനകത്ത് 5,000 കിലോമീറ്റേഴ്സ് അഡീഷണൽ. അപ്പോൾ ഈ 80,000 കിലോമീറ്ററും ആവും. 6 year വാറണ്ടിയും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു ഡീസൻറ്റ് ഡീലും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു 80,000 കിലോമീറ്റർ വാറണ്ടി കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ടും വരുന്നത്. സോ ഇനി ഈ ഒരു വണ്ടി ആരൊക്കെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് നിങ്ങൾ ഡെയിലി കമ്പ്യൂട്ടർ ആണ് നോക്കുന്നത്, നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് കാര്യങ്ങളുണ്ട്, അത്യാവശ്യം നല്ലൊരു മൈലേജ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് തന്നെയാണ്. കാരണം അത്യാവശ്യം വേണ്ട ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് റൈഡിങ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ നല്ല നീറ്റായിട്ടുള്ള മൈലേജ് കാര്യങ്ങളും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് ആകെ തോന്നിയൊരു ചെറിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രണ്ടിൽ നമുക്കൊരു ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ബെറ്റർ ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങൾക്ക് വേണ്ടി അത് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അതർവൈസ് കാര്യമായ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും എനിക്കൊരു വണ്ടി ഫീൽ ചെയ്തില്ല. 90,000 ആണ് എൻ്റെ പ്രൈസും കാര്യങ്ങൾ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പ്ലാറ്റിന 100 ഡീറ്റെയിൽസ് കാര്യങ്ങൾ. സോ നിങ്ങൾ ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ. ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ 3,000 റുപ്പീസാണ്. അതുപോലെ തന്നെ അഡീഷണൽ അക്സറീസ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു ചെല്ലുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഷോറൂം പേഴ്സൺസ് കാര്യങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ ഷോറൂം ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുപോലെ കോൺടാക്ട് നമ്പറും ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിലും, അതുപോലെ ഈ വീഡിയോയിലും. സോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ പറഞ്ഞ ഓഫേഴ്സ് കാര്യങ്ങളും അക്സറീസ് കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ആഡ് ഓൺ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ. ബൈ ബൈ.